സത്യത്തിൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് വിശദീകരിച്ചുകൊണ്ട് ചില വിഷയങ്ങളിലെങ്കിലും ഗോവിന്ദ മാഷ് ലേലുവല്ലു പറഞ്ഞു എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും കാതലായിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ നല്ല മെയ്വഴക്കമുള്ള നിത്യാഭ്യാസിയായ ഒരു സർക്കസുകാരനെ പോലെ അദ്ദേഹം ആ വിഷയങ്ങളിലെ എല്ലാം കാതലായ പ്രശ്നങ്ങളിൽ നിന്ന് വളയമില്ലാതെ ചാടി രക്ഷപ്പെടുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ചുമ്മാ ഇങ്ങനെ സത്യസന്ധത ചോദ്യം ചെയ്തതായിരിക്കും ഞാൻ ഇല്ലാതായി പോയി. നിന്റെ ചാട്ടം എങ്ങോട്ടാണ് നീ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു ഓവർ ആർച്ചിങ് ക്യാപ്സൂൾ ഉണ്ടായിരുന്നു. ഭരണം നന്നായിരുന്നു, പക്ഷേ പല മേഖലകളിലും ആൾക്കാർക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഈ ഓപ്പറേഷൻ വിജയിച്ചു പക്ഷേ രോഗി മരിച്ചു എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഓവർ ആർച്ചിങ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അദ്ദേഹം ആ കുറ്റസമ്മതം നടത്തിയിരിക്കുന്ന ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലെ വിഷയം ഉൾപ്പെടെ ഓരോ വിഷയത്തിലെയും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല എന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പറയുന്നത് അതിന്റെ വീഴ്ച എന്നത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് ശരിയായില്ല. സത്യത്തിൽ അയ്യപ്പ സംഗമം വിമർശിക്കപ്പെട്ടത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശത്തിന്റെ പേരിലായിരുന്നോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ മാത്രമായിരുന്നോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ സമസ്ത ഹിന്ദു സമുദായ നേതാക്കളെയും പിണറായിക്കൊപ്പം ഒരേ വേദിയിൽ കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിനെ കരുവാക്കി എന്നുള്ള രാഷ്ട്രീയ ലാക്കാണെന്ന് പരക്കെ വിമർശിക്കപ്പെട്ടത്. അത് വലിയൊരു പോയിന്റ് അല്ലടോ. ആ സംഗമത്തിലെ സാമ്പത്തിക തട്ടിപ്പാണ് അതിൽ കാര്യമായിട്ട് വിമർശിക്കപ്പെട്ടത്. ഹൈക്കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് ദേവസ്വം ഫണ്ട് സൈഫൺ ഓഫ് ചെയ്തു എന്നുള്ളതായിരുന്നു അതിൽ വിമർശിക്കപ്പെട്ടത്. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മറ്റു മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കുന്നതെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷന്റെ പേര് PS പ്രശാന്ത് എന്നാണ്. അദ്ദേഹം അല്ല ഈ കത്തയച്ചിരിക്കുന്നത്. ഇത് കൂടാതെ പല സംസ്ഥാനങ്ങളിൽ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഉൾപ്പെടെ അവിടെയുള്ള മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാൻ പോയത് ആരാണ്? മന്ത്രി വാസവനാണ്. നാലോചൊക്കെ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം തന്നെ ഒരു ഓട്ടോണമസ് സംവിധാനമാണ്. അതിൽ സർക്കാരിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. മന്ത്രിക്ക് അതിൽ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. ഒരു ലയസന് വേണ്ടിയിട്ട് മാത്രമാണ് അതിൽ ഈ ഒരു വകുപ്പും മന്ത്രിയും എന്നൊക്കെ ഇവർ ഈ കൊള്ള നടന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതെന്റെ ഹോബിയാ സാറേ. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കത്തയക്കുന്നത്, ആൾക്കാരെ പോയി ക്ഷണിക്കുന്നത്, അവരുടെ സന്ദേശം വരുന്നത്, ആ സന്ദേശം അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ആർക്കാണ്? ശ്രീ VN വാസവൻ ജി എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ആ സന്ദേശം ഇങ്ങോട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് ഇവരെല്ലാവരും കൂടി തീരുമാനമെടുത്തിട്ട് അതവിടെ വായിക്കാം എന്ന് തീരുമാനിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഇരിക്കുന്ന ചടങ്ങിൽ വെച്ച് അത് വായിച്ചതിന് ശേഷം ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സന്ദേശമാണ് യോഗി ആദിത്യനാഥ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പറയുന്നത് അത് വലിയ പ്രശ്നമായി പോയി എന്ന്. ഇത് ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ മെസ്സേജാണ്. ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചിരുന്നു. അദ്ദേഹത്തിന് ഈ സംഗമത്തിന് എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ടുള്ള മനോഹരമായ സന്ദേശമാണ് അയച്ചു തന്നിരിക്കുന്നത്. RSSന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ വക്താവും UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇട നൽകിയ രീതിയിൽ ആ സന്ദേശം അവിടെ വായിച്ചു എന്നത് ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. എങ്ങനെ ഇരിക്കണം? ഒരു പ്രത്യേക ജീവിതമല്ലേ ശ്രീ ശ്രീജിത്ത്, അതായത് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ പാർട്ടിയുടെ പ്രതിരോധത്തിന് ഊക്കുപോരാഞ്ഞതിൻ്റെ കാരണം നമ്മൾ കേട്ടു. അത് മുസ്ലിം വിരുദ്ധതയല്ല, ലീഗ് വിരുദ്ധതയാണെന്ന് സാക്ഷാൽ പിണറായി തന്നെ സ്റ്റാമ്പ് ചെയ്തു. ഇതാ വടി കൊടുത്ത് അടിമേടിക്കാന്ന് പറയണേ. ഇതാ പിണ്ടായേ മുഖ്യമന്ത്രി അറിയാതെ ദേവസ്വം മന്ത്രി കത്തയക്കില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ വരുന്ന സന്ദേശം മുഖ്യമന്ത്രി അറിയാതിരിക്കില്ല. അതാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വരുന്ന വേദിയിലാണ് ഈ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വെച്ച്. ഇത് രണ്ടും തെറ്റാണ് എന്നുണ്ടെങ്കിൽ ആരുടെ തെറ്റാണത്? ഇത് ആരുടെ തലയിലാണ് ഇവർ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്? ഒരു മര്യാദ വേണ്ടേ? ബേസിക് ആയിട്ട് കൾച്ചറുള്ള ഒരു മനുഷ്യൻ ആളറിഞ്ഞാലും ആളറിഞ്ഞില്ലെങ്കിലും മര്യാദ വിട്ട് പെരുമാറില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് എന്താണെന്നറിയോ? ഇന്നത്തെ ഗോവിന്ദ മാഷിന്റെ വിശദീകരണം കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നത് കേരളത്തിൽ ഇങ്ങനെ ദേവസ്വം ബോർഡ് 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരാഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന വാർത്ത എങ്ങനെയോ അറിഞ്ഞ് കേട്ട്
എന്നാൽ ഇതിനൊരു ആശംസാ സന്ദേശം അയച്ചേക്കാം എന്ന് യോഗി ആദിത്യനാഥ് തീരുമാനിക്കുകയും കൊള്ളാം, നാടകം നന്നായി, നിന്റെ വേഷവും, യു പ്ലേഡ് വെരി വെൽ. അത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശമാണെന്ന് അറിയാതെ പെട്ടെന്ന് കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു കവർ പൊട്ടിച്ചിട്ട് വാസവൻ അങ്ങ് വായിച്ചു എന്ന രീതിയിലത്തേക്ക് വളരെ നിഷ്കളങ്കമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരിത് പറയുന്നത്. ഈ രാവണാശ്വരി തടിയും വന്നൊക്കെ ഉണ്ടെന്നുള്ളൂ, കൊച്ചു കുട്ടികളുടെ മനസ്സാ. പൊട്ടന്മാര്, പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. സത്യത്തിൽ ആരെയൊക്കെ ക്ഷണിക്കണം, അതിൽ നമുക്ക് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അവിടെ വേണ്ടതാണോ, ഇതൊക്കെ കൂടി ആലോചിച്ചതിന് ശേഷം കൃത്യമായി തയ്യാറാക്കി അതിന് അവർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ കത്ത് തയ്യാറാക്കി അയച്ച് ആ കത്തിന്റെ മറുപടി കിട്ടി, ഈ മറുപടിയാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്, അതും ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ അത് വായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോയ ആൾക്കാരല്ലേ ഇവര്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതല്ലാതെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കൃത്യമായിട്ടൊന്ന് വായിക്കുന്നതിന് മറ്റൊരു രാഷ്ട്രീയ ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ തന്നെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഈ ഒരു ചടങ്ങിലേക്ക് വിളിച്ചിരുന്നു. കേരള BJP അതിനെ ബോയ്ക്കോട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ നീയൊന്നും വന്നില്ലെങ്കിൽ സാരമില്ലടാ, നിന്റെയൊക്കെ വലിയ നേതാവ് ഇതിനോടൊപ്പമാണ് എന്ന് പറയുന്നതിന് വേണ്ടി കൂടിയാണ് ഇതിനെ ആ സമയത്ത് വായിച്ചത്. അതല്ലായിരുന്നുവെങ്കിൽ അതന്നെ നേരം വായിക്കേണ്ടുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. RSSന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ വക്താവ് UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആ സന്ദേശം അവിടെ വായിച്ചു എന്നത് ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. നീ ആരുടെ കോപ്പ ഇരി കയറിയടാ? ഞാനോ? ഞാൻ നിന്റെ അപ്പൻ. സർക്കാരിൻ്റെതായിട്ടുള്ള ബോർഡിൻ്റെതായിട്ടുള്ള മറ്റേത് ചടങ്ങിലാണ് ആശംസ അയച്ചിരിക്കുന്ന ആൾക്കാരുടെ ആശംസ എന്നാ പിന്നെ ആദ്യമേ അങ്ങ് വായിച്ചിട്ട് നമുക്കങ്ങ് തുടങ്ങാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്? ഒന്നും ആയിരുന്നില്ല. അപ്പൊ അത് തിരുത്തണമായിരുന്നുവെങ്കിൽ എത്രയോ സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും തിരുത്താതെ അതിനെ ന്യായീകരിച്ച് ആവർത്തിച്ച് ന്യായീകരിച്ച് ആ വകുപ്പ് മന്ത്രി വരെ ഇവിടെ നിന്നു. ഇങ്ങനെയൊന്നും ചെയ്യില്ല, അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റി. എന്നിട്ട് അവസാനം ഈ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് ഇവരാരും തന്നെ അറിഞ്ഞില്ല. ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നൊക്കെ പിന്നീട് പല കാര്യത്തിനും ന്യായീകരിക്കേണ്ടി വന്നുവെങ്കിൽ അന്ന് എല്ലാ കാര്യവും അടിമുടി നടത്തിയിരുന്നത് സർക്കാരാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവുമില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇന്നത്തേക്കുള്ള നന്മ ഡൺ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.